ഹലോ, ഞാൻ സുനി സജി, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ഈ യേശു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ അല്ല കേട്ടോ. യേശു എന്ന് പറഞ്ഞാൽ രൂപത്തിൻ്റെയും കൂടെ അല്ല. യേശു എന്ന് പറഞ്ഞാൽ വചനത്തിൽ കൂടിയാണ് നമ്മൾ കിടക്കുമ്പോഴാണ് വചനം കേൾക്കുമ്പോൾ ഇന്നതുപോലെ ഇന്നത് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറ്റബോധം തോന്നും, മാനസാന്തരം ഉണ്ടാകും. കുറ്റബോധമല്ല, മാനസാന്തരം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നമ്മൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, നമ്മൾ ഈ വഴി ചെയ്യേണ്ട, യേശുവിൻ്റെ വഴി പോകാം. അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു വചനം വായിക്കാം കേട്ടോ. ഇതെപ്പോഴും ഞാൻ വായിക്കുന്നതാണ്. പക്ഷേ നമ്മളിങ്ങനെ നിത്യജീവൻ എന്നൊക്കെ പറയുമ്പോൾ എന്നാന്ന് എനിക്ക് പണ്ട് മനസ്സിലാവില്ലായിരുന്നു. യോഹന്നാൻ 17:3 ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുക തന്നെ നിത്യജീവനാകുന്നു. അപ്പം ദൈവത്തിനെ അറിയണേ എങ്ങനെയാണ്? ദൈവം പറയണം, വചനം വാമൊഴിയാൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയൽക്കാരനെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം, സകല മനുഷ്യരെ. സ്റ്റെഫാനിയോസിനെ കല്ലെറിഞ്ഞപ്പോൾ സ്റ്റെഫാനിയോസ് ഈ പാവം എവരുടെ ഇരിക്കല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ ഒരിക്കലും അല്ല. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, എനിക്കാണെങ്കിൽ എന്നെ ഉപദ്രവിക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടോ അവൻ എന്നെ അങ്ങനെ ചെയ്തിട്ടാ അവൻ അങ്ങനെ വന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ. അപ്പോൾ അത്രയും വളരണം, യേശുവിനെ പോലെ നമ്മൾ വളരണം. അപ്പോൾ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നതാ? യേശുവിനെ കർത്താവായിട്ട് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നാവ് കൊണ്ട് അവനെ ഏറ്റുപറയുന്ന ഏവർക്കും നിത്യജീവൻ്റെ ഉടമയാകാം. അതെങ്ങനെയാണ്? കർത്താവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കർത്താവ് യേശുവേ കർത്താവേ എന്നൊക്കെ പറയും. എന്നിട്ട് കർത്തൃത്വം ഞാൻ തന്നെ നടത്തും. അവിടെ പ്രശ്നം. ഫുള്ള് കാര്യം യേശുവായിട്ട് ആലോചന ചോദിക്കുക, എല്ലാം യേശുവിന് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അപ്പോൾ കർത്തൃത്വമാകും. അപ്പോൾ ഭൂമിയിൽ നമ്മൾ സ്വർഗത്തിലിരിക്കും. യോഹന്നാൻ 17 വായിച്ചാൽ മതി. നമ്മളെ യേശുവിനോടൊപ്പം സ്വർഗത്തിലാണ്. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മൾ യേശുവിനോടൊപ്പം സ്വർഗത്തിൽ നമ്മളിരിക്കണം. നമ്മുടെ ശരീരം ഇവിടെയൊക്കെ ആണെന്നുള്ളൂ, നമ്മൾ സ്വർഗത്തിലിരിക്കണേ. അപ്പോൾ മരിച്ചാലും നമ്മൾ സ്വർഗത്തിൽ പോകും, ജീവിക്കുമ്പോഴും നമ്മൾ സ്വർഗത്തിൽ. അങ്ങനെയാണ് നിത്യജീവൻ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ ഗീവവയുടെ കാര്യം പറഞ്ഞില്ല. അതിൻ്റെ സമ്മാനം എടുത്തില്ല കേട്ടോ. എടുക്കാട്ടോ. ഞാൻ ഇച്ചിരി എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ കല്യാണവും അതിൻ്റെ മേക്കപ്പിൻ്റെ മൊത്തം ബഹളായിരുന്നു. എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, എടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചർ, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും അതുപോലെ ഡയമണ്ട് റിങ്, പിന്നെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് ഇപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബ്രാൻഡ് കമ്പനി മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാണ്ട് കാണുന്ന ക്രീമൊന്നും മുഖത്തിന് സ്കിൻ വലിച്ചെടുത്ത് ഒത്തിരി പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചുമ്മാ കാണുന്ന ക്രീം എടുത്ത് ഫേഷ്യലൊന്നും ചെയ്യരുത് കേട്ടോ. പണ്ടത്തെ കാലമല്ല. പണ്ട് വെളിച്ചെണ്ണ മുഖത്ത് വയ്ക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, വീട്ടിലുണ്ടാക്കണ വെളിച്ചെണ്ണയായിരുന്നു. ഇത് ഇന്ന് ഫ്രോക്കുകൾ, നമ്മൾ ഫ്രോക്കിൻ്റെ ഇത് നമുക്ക് കോട്ടൺ ഫ്രോക്കാണ്. നമുക്ക് വീട്ടിലും ഇടാം, പുറത്തും ഇടാം. അജ്രക് പ്രിൻറ്റിൻ്റെ പ്യുവർ അജ്രക് പ്രിൻ്റാണ്. 380. ഇത് മീഡിയം ആട്ടോ കാണിക്കണേ. അടിയിൽ ഫ്രില്ലുണ്ട്, വള്ളിയുണ്ട്, കൈക്ക് പഫുണ്ട്. പോക്കറ്റ് എവിടെയാ? അടിപൊളി. എനിക്ക് ഇങ്ങനത്തെ ഫ്രോക്ക് എല്ലാവരും പ്രായം ചെന്നവർക്ക് ശരിക്കും ഫ്രോക്ക് വേണ്ട. ഇത് ഇങ്ങനെ ഞെറിവുള്ളത് കേട്ടോ. എല്ലാവരും ഫ്രോക്ക് ഇട്ടെങ്കിൽ എനിക്ക് ഫ്രോക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ ഇഷ്ടം. ഈ ഫോറിൻ കൺട്രീസിലൊക്കെ പ്രായം ചെന്നവരെല്ലാം ഫ്രോക്കല്ലേ ഇടണേ. അങ്ങനെ ഞെറിവുള്ളൊക്കെ ഫ്രോക്കുകളൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ്. 380 ആട്ടോ, മീഡിയം ആട്ടോ. ഇതിൻ്റെയൊക്കെ നൈറ്റിയുടെ നമുക്ക് കാണും കേട്ടോ. ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ നൈറ്റി വേണമെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഈ വിലയൊക്കെ ഉള്ളൂ തോന്നുന്നില്ല നൈറ്റിക്കും. എല്ലാം കാണിക്കണില്ല, ഒത്തിരി കാണിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കുക. ഇത് ലാർജ് കേട്ടോ, 380. പെട്ടെന്ന് തീരും കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണിക്കണ കാരണേ. അത് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ട് നൈറ്റിയൊക്കെ ഒത്തിരി ഇറക്കിയതാണ്, പെട്ടെന്ന് തീർന്നു അല്ലേ. അത് ഒരു അറിഞ്ഞില്ല. അടുത്ത നൈറ്റി സെഷനിൽ ചോദിച്ചില്ല ഞാനത്. പെട്ടെന്ന് വന്ന് ഒത്തിരി പേരെടുത്തു. ഇത് ലാർജാട്ടോ, ഫ്രോക്ക് പോലെ നല്ലതാട്ടോ. നമുക്ക് പുറത്തുവിടാ. ഈ വിലയല്ലേ ഉള്ളൂ. ഇതിന് വള്ളിയൊന്നുമില്ല കേട്ടോ. വള്ളിയുണ്ടോ എവിടെ? ഈ ചുറ്റുഞെറിവുള്ളതിന് വള്ളിയില്ല. ലാർജാണ് 380. ഇതിന് പഫ് കൈയൊന്നുമില്ല, ചുമ്മാ സിമ്പിൾ കൈ.
ഇതിന് ചെറിയ പഫ് കൈയുണ്ട്. ഉണ്ട്, നല്ലതാട്ടോ, നല്ല പ്രിന്റാണ്, അജ്ര പ്രിന്റാട്ടോ. ലാർജിൽ എ ലൈൻ, അടിയിൽ പ്രിന്റ് ഇല്ല കേട്ടോ. എ ലൈൻ ഫ്രോക്കാട്ടോ ലാർജ്. കോളറും വീയും 380. ഇതിന് അടിയിൽ ഞെറിവില്ലല്ലോ. ഇതിന് വള്ളിയുണ്ടേ. ലാർജ് തന്നെയാട്ടോ. ലാർജ് തന്നെയാണ്. അടിപൊളി ലാർജ് തന്നെയാണ്. ഇനി എക്സലിന്റെ ഫ്രോക്കാട്ടോ. ഇത് അടിയിൽ ഫ്രില്ലുള്ള ഏലയും പോലത്തെ. കയ്യിൽ ഞെറുവൊന്നുമില്ല. സെയിം റേറ്റ് ആട്ടോ. 380 ഉള്ളേ. വള്ളിയുണ്ട്, അടിയിൽ ഇങ്ങനെ ഞെറുവുണ്ട്. ഇപ്പം എല്ലാവരും നൈറ്റിയൊക്കെ ഇറക്കം കുറഞ്ഞ ഇതൊക്കെ മതി വലിച്ചു വാരി. എനിക്കാണെങ്കിൽ നൈറ്റിക്ക് നീളം ചുമ്മാ എടുത്ത് മടക്കി ഇങ്ങനെ അറിയാണ്ട് കുത്തി പോകും. പോക്കറ്റൊക്കെ ഉണ്ട്. ഇത്ര ഇറക്കമൊക്കെ പോരെ. എല്ലാവരും ഫ്രോക്കൊക്കെ വീട്ടിലിടട്ടോ. മിഡിയും ടോപ്പിലും കാണാൻ നല്ലതായിരിക്കും ഫ്രോക്ക് ഇടുമ്പോൾ. മിഡി സ്ലിമ്മായവർക്ക് നല്ലതാണ്. തടിയുള്ളവർക്ക് മിഡി ഇടുമ്പോൾ ഒരു വലിയ കുഴപ്പമില്ല. എല്ലാവരും എൻ്റെ ഇഷ്ടം കേട്ടോ. നല്ല ഫ്രോക്ക് ഇടും. എനിക്ക് ഫ്രോക്ക് ഇഷ്ടമായത് കാരണം ഞാൻ ഫ്രോക്കെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ എക്സലാട്ടോ. 380 തന്നെയാണ്. വള്ളിയുണ്ട്. ഇത് എക്സൽ തന്നെയല്ലേ. കോളറും വീയും. ഇതിൻ്റെ കൂടെ നൈറ്റിയുടെ കാണിക്കാൻ പോലാണ്. ഫ്രോക്ക് കഴിഞ്ഞിട്ടാ. കോളറും വീയും പഫ് കൈ ഒക്കെ ഉണ്ട്. എക്സൽ തന്നെയാട്ടോ. ഡബിൾ എക്സൽ പറഞ്ഞെങ്കിൽ എനിക്ക് വാങ്ങാനായിരിക്കും. പിന്നെ 3 4 ഇല്ലേ? ഡബിൾ വരെ ഉള്ളൂ അല്ലേ. കോളറും വീയും ഇച്ചിരി പഫ് കൈയൊക്കെ ഉണ്ട് കേട്ടോ. നല്ലതാട്ടോ. എക്സൽ വരെ. എക്സലിലൊരു ഉടുപ്പ്. ഇത് ഡബിൾ എക്സൽ കേട്ടോ. കോളറും വീയും പഫ് കയ്യ്. ഇത് ചിലപ്പോൾ പാകാവുമായിരിക്കും. അടിപൊളി പഫ് കൈ. ചെറിയൊരു പഫ് കൈ. ഇനി അല്ല മറ്റേ ഉടുപ്പ്. അതെയോ? നീ ഉടുപ്പുണ്ടിട്ട് ഇട്ടിട്ട് പോരെ തൊട്ട് ഉടുപ്പുകാര്. വേറെ ബനിയൻ ടൈപ്പ് ഉടുപ്പും ഉണ്ട്. ഇത് സൈസ് ഏതാ? ലാർജിന്റെ സൈസ് കേട്ടോ. 350യുടെ നൈറ്റികളെ. എല്ലാം എൻ സ്റ്റൈലാട്ടോ. 350യുടെ നൈറ്റി. ഇത് 380. അജർക്കും ഉണ്ട്. അജറപ്പുണ്ട്. ഉടുപ്പുകാർ ഇനിയുണ്ട് കേട്ടോ. ഉടുപ്പ് വെയിറ്റ് ചെയ്യൂ. ഇത് 380 നൈറ്റി അല്ലേ. ഇത് ഓർഡിനറി നൈറ്റി അല്ലേ. ഇത് നൈറ്റി കട്ടാട്ടോ. 360. എനിക്ക് നൈറ്റി ഭയങ്കര ഇഷ്ടം കേട്ടോ. 360. എല്ലാവരും വീടുകളിൽ കുർത്തയാക്കിയിട്ട് ഞാൻ ഇതുവരെ കുർത്തയാക്കിയിട്ടില്ല. എനിക്ക് നൈറ്റിയിൽ ആഘോഷമാണ്.
ഇപ്പം എല്ലാവരും കുറച്ച് നൈറ്റിയൊക്കെ ആക്കി തുടങ്ങി. നല്ല സുഖമല്ലോ ടൈറ്റ് ഫിറ്റ് കുർത്തതിനേക്കാളൊക്കെ. ഞാൻ വൈകിട്ട് കുറച്ച് നേരമല്ലേ വീട്ടിലുള്ളൂ. 360 360 ബാക്ക് ഇങ്ങനെയാട്ടോ. ഇത് നൈറ്റി കട്ടാട്ടോ. ഇത് എക്സൽ ആട്ടോ. അടിപൊളി. ഇത് അവരുടെ പരസ്യത്തിലുള്ള 650 680. ഇതൊന്നും മേടിച്ച ഒരു കാലത്ത് പോലും എൻ്റെ കയ്യിൽ അധികം ഇരിക്കണ ഈ സൈസാണ്. അവരുടെ പരസ്യത്തിലുള്ള അതേ ബാക്ക് ഇങ്ങനെ കേട്ടോ. എക്സൽ ആട്ടോ. 399. ഇത് ഏലൈനാട്ടോ. ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ഏലൈൻ. ഇത് ഏലൈനാണ്. അവരുടെ പരസ്യത്തിലുള്ളതാ 660. ബാക്ക് ഏലൈൻ. ഇത് നൈറ്റി കട്ടാട്ടോ. 620. നല്ല പ്യുർ കോട്ടൺ നൈറ്റി ആട്ടോ. 699. ഇത് പോവില്ല, ഒരു കാലത്തും പോവില്ല. നൈറ്റി ഇട്ടിട്ട് ഈ സൈസ് തുണികളൊന്നും പോവില്ല കേട്ടോ. ഭയങ്കര വില കൂടിയ സ്റ്റഫൊക്കെയാണ്. എക്സൽ തന്നെയല്ലേ ഇതൊക്കെ? 699. എക്സൽ ആട്ടോ. അതിൻ്റെ കളർ ചേഞ്ച്. 699. പെട്ടെന്ന് എടുത്തു. 620. 770. നമുക്കിത് എപ്പോഴും ഉണ്ട് കേട്ടോ. ഞങ്ങൾ വീഡിയോ കാണിക്കാണ്ടിരുന്നുള്ളൂ. കട തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ ഉണ്ടായിരുന്നേ. 725. നല്ല എംബ്രോയ്ഡറി, നല്ല കളറും. ഇതിൻ്റെ ഷെയ്ഡാണിത്. ഏലൈനാട്ടോ. എക്സൽ തന്നെയാണ് ഇതെല്ലാം. 745. ഇതാണ് എക്സലാണല്ലോ. അപ്പടി 745. എല്ലാവരും സ്ലിം ബ്യൂട്ടികളാണ്. അല്ല, എനിക്കൊക്കെ ഡബിൾ എക്സൽ മതി. ഡബിൾ എക്സൽ എടുത്താലും കുഴപ്പമില്ല. 635. ഇത് ഏലൈനാട്ടോ. ഇത് റയോൺ പോലത്തെ മെറ്റീരിയലാട്ടോ. നല്ല സുഖമാട്ടോ ഇങ്ങനത്തെ ഇടാനൊക്കെ. 635. 685. 750. ഇത് നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട്. 750. ഡബിൾ എക്സലാണേ. 755. 755. 780. നല്ല മോഡേൺ, നല്ല പ്രിന്റും നല്ല ഇതും. 710. 710. 715. 500. ഡബിൾ എക്സലാട്ടോ. 599. 395. ഈ ബനിയൻ്റെ ടൈപ്പ് കൊടുക്കട്ടോ. അല്ല, ഒരേ സൈസ് ഇത്ര സൈസ് ഉണ്ടെന്നങ്ങ് പറഞ്ഞാൽ പോരെ. അങ്ങനെ നോക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. അതിന് എല്ലാ സൈസിലും ഇല്ലേ? ലാർജും ഏതൊക്കെ സൈസിലും ഉണ്ടാക്കി ഗ്രീനിലെ ഒന്ന് അങ്ങനെ കാണിക്കും. പിന്നെ എല്ലാത്തിലും കാണിക്കണ്ടല്ലോ, എളുപ്പമുണ്ടല്ലോ. ഇത് ഈ ഗ്രീൻ ഉടുപ്പ് ഏത് സൈസ് മുതലുണ്ട്? ലാർജ് മുതൽ 4XL വരെ അല്ലേ? റേറ്റ് വ്യത്യാസമുണ്ട്. അയ്യോ,
ലാർജിന് 640. ഇതിനാ ആ. ഇത് ലാർജ് 640. ഫ്രണ്ടൊക്കെ ഓപ്പണൊക്കെ ആട്ടോ, നല്ല സംഭവം ആട്ടോ. ബാക്ക് ഇങ്ങനെ നല്ല ഫ്രോക്ക്. ലാർജിന്റെ കളർ ചേഞ്ച് ചെയ്തു 640. 640. നല്ല നല്ല എനിക്കിഷ്ടം. എനിക്ക് ഇങ്ങനത്തെ നൈറ്റി ഉണ്ട്, പക്ഷെ ഇപ്പോൾ അവർക്ക് ബനിയൻ്റെ നൈറ്റ് കുറവാണ്, കോട്ടൺ കിട്ടാനേ ഇല്ല. കോട്ടൺ നൈറ്റി അപ്പടി അവർക്ക്. എനിക്കിഷ്ടമാണ്. ഇത് നല്ല കട്ടിയുള്ള ബനിയൻ തുണിയാട്ടോ. 640. മിക്കവാറും ഇതിലൊരു ഫ്രോക്ക് അടുത്ത ദിവസം ഒന്ന് ചുമ്മാ കറങ്ങാൻ പോകുന്നുണ്ട് കോഴിക്കോടിന്. ഇന്നലെ ഇതിലോറിനെ എടുക്കണം. പാകാവോന്ന് ഇട്ട് നോക്കണം. എക്സൽ വന്നപ്പോൾ റേറ്റ് മാറി 650. റേറ്റ് മാറിയിട്ടോ. എക്സലിന് 650. എനിക്ക് ടൂറിൻ്റെ കാര്യം ഉണ്ടാവുമ്പോൾ അപ്പോൾ ഇവിടെ പൂർവ്വർക്കലും ബഹളമാണ്. ഞങ്ങളെ കൊണ്ടുവരാറില്ല, ഞങ്ങൾ പോണില്ല ടൂറ്. എനിക്ക് ടൂർ അത് കാരണം മിണ്ടാണ്ട് ഞാൻ പോണേ, പേടിച്ചിട്ട് മിണ്ടാൻ പാടില്ല. 650. നിങ്ങൾ ഈ ഞായറാഴ്ച കടയടച്ചേതാണ്ട് എറണാകുളത്തിന് പോകാന്ന് കേട്ടോ. വലിയ പ്ലാനും പദ്ധതിയും കണ്ടു എറണാകുളം പോവാന്ന് വട്ടം ചുറ്റ. ഇവിടെ പോയി കണ്ടില്ല. എവരുടെ കൂടെ ടൂർ പോകുമ്പോൾ ഞാൻ ഭരിക്കും. ഇവിടെ കിടന്ന ഭരിക്കണ പോലെ ഇത് വേഗം മണ്ണുണ്ടോ, അപ്പൊ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലോ. ഞാൻ ഭരണം തുടങ്ങും ഇവിടുത്തെ. അപ്പോ ഞാൻ പോരില്ല. നിങ്ങൾ പോകാൻ പറഞ്ഞാൽ പോകില്ലെന്നേ. ഇപ്പൊ ഞാൻ ടൂറും കൊണ്ട് പോകണം. എനിക്ക് അവരുടെ കൂടെ നടന്ന ഭരണം. ഞാൻ പിള്ളേരുടെയും വീട്ടിലുള്ളവരുടെ കൂടെ ടൂർ പോകില്ല. എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഇഷ്ടം. ചിരിച്ചു കളിക്കാം. വീട്ടിലുള്ളവരുടെ കൂടെ പോയാലും അവിടെയും ഭരണ. ഏതപ്പോ കാണിച്ചല്ല സെയിം അല്ല. ഇവിടെ തന്നെയല്ലോ ഇങ്ങനെ കാണിച്ചാ പോരെ. 660 എക്സല്. ഇത് 650 എക്സൽ. ഇനി കാണിക്കണം. ഡബിൾ എക്സല് 660. ഇത് എല്ലാ കളറിലും ഉണ്ട് ഡബിൾ എക്സല്. ഇനി 3 എക്സലിന്റെ ഉണ്ട്. ഓഹോ, അവര് 10 രൂപ വെച്ച് കൂട്ടിയിട്ട് 670. ഈ 2 ഉള്ള 3 എക്സല്. 10 രൂപയുടെ കൂടി 4 എക്സലിന് 680. എന്നാലും 10 രൂപയല്ലേ കൂടിയുള്ളൂ. ഞാനിത് ഓർമ്മ ഇട്ടു. അയ്യോ സോറി, വീഡിയോ കഴിഞ്ഞില്ല. ഇത് ദൈവമേ, സോറി. അപ്പേ നീ ഗോൾഡ് സ്കീമിൽ യേശുപ്പ എനിക്ക് വയ്യ. ഗോൾഡ് സ്കീമിൽ കൂടുന്ന കാര്യം മറക്കരുത് കേട്ടോ. ഇപ്പം എല്ലാവർക്കും സ്വർണത്തിന് വില കൂടിയപ്പോൾ നമ്മളാ പറയണതെല്ലാം സത്യമാണെന്നൊക്കെ വിശ്വാസമായി. നിങ്ങൾ രേവതി ഗോൾഡ് സ്കീമിൽ കയറ്. എങ്ങനെ നിങ്ങൾക്കത് ആ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ലതാണ്. ഒരു ലിക്വിഡ് അസറ്റായിട്ട് കാണാം ആര് സ്വർണ്ണം ഇടാൻ. എന്ത് നമുക്ക് നല്ലപ്പോൾ ഇച്ചിരി സ്വർണം മേടിച്ചു വെച്ചാൽ ഇപ്പം എനിക്ക് ഇത് അമേരിക്കയിലായാലും വിറ്റാൽ കാശ് കിട്ടും. ഒരു ലിക്വിഡ് അസറ്റാണ്. അങ്ങനെ കരുത്. മേടിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗുണം എന്നാ വെച്ചാൽ നമുക്ക് ആഭരണമായിട്ടിട്ട് കണ്ണാടി നോക്കി സൗന്ദര്യം ആസ്വദിക്കാം, നമ്മുടെ പണയം വയ്ക്കാം, വിൽക്കാം, എല്ലാ കാര്യത്തിലും വിലയും കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ് സ്വർണം. അപ്പം നിങ്ങൾ സ്കീമിലൊന്ന് കൂടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശുഭ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.